ശ്രീ എം കെ കരുദാസ്, ഈ മന്ത്രിക്ക് ആരോഗ്യമന്ത്രി പദവിയിൽ ഇരിക്കുവാൻ ഇനി യോഗ്യതയുണ്ടോ? എത്ര വീഴ്ചകളായി ഈ മന്ത്രിക്ക് സംഭവിക്കുന്നു? ഇന്ന് ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ ഇപ്പോ മഞ്ജുഷിന് സാധിക്കത്തക്ക തോതിൽ ഇതാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ രാവിലെ നമ്മുടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശുഷ്കാന്തി കുറവ് കൊണ്ട് സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങളെ പറ്റിയോ, ഇപ്പൊ നാളെ സജി ചെറിയാൻ പുറപ്പെടുവിക്കാൻ പോകുന്ന പ്രസ്താവന എന്താണെന്ന് മഞ്ജുഷിന് അറിയോ? രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന അമ്മയല്ലേ മരിച്ചുള്ളൂ, രോഗി മരിച്ചില്ലല്ലോ എന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മുടെ മന്ത്രിമാരുടെ ഒക്കെ അവരുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ് താന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ, ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു ദുരന്തമായി നമുക്ക് ഒരു വിശദീകരണവും ഇതിപ്പോ ഇവിടെ എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് പറഞ്ഞതെല്ലാം തന്നെ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഇവർ പൊളിച്ചു കളയാതെ ഇവരെന്തിന് സംരക്ഷിച്ചു നിർത്തി എന്ന ചോദ്യത്തിന് മന്ത്രിയായാലും ഉദ്യോഗസ്ഥരായാലും എന്ത് മറുപടിയാണ് പറയുക? പുരാവസ്തു വകുപ്പ് വന്നിട്ട് അവിടെ സീൽ വെച്ചിട്ടുണ്ട്, ഇത് പൈതൃകമായി സൂക്ഷിക്കേണ്ട ഒരു കെട്ടിടമാണെന്ന്. ഇല്ല. അപ്പൊ ഒരു മെഡിക്കൽ കോളേജിനുള്ളില് ഇത്തരത്തിലൊരു കെട്ടിടത്തെ ഇടിഞ്ഞു വീഴത്തക്ക തോതിൽ നിലനിർത്തിയ ഈ നമ്മുടെ കേരളത്തിലെ നിലവിലെ സർക്കാരിന്റെ ആ കാഴ്ചപ്പാടിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം 68 കൊല്ലമായ ഒരു കെട്ടിടവും ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നു എന്നാണ് നാളെ ക്യാപ്സ്യൂളായിട്ട് പുറത്തേക്ക് വരിക. ലിഫ്റ്റിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റില് 14 മണിക്കൂർ ഒരു രോഗി കുടുങ്ങിയപ്പോ എന്തായിരുന്നു വിശദീകരണം? ലിഫ്റ്റ് മെക്കാനിസത്തിന്റെ തകരാറ് കൊണ്ട് വന്ന കാര്യത്തിന് സർക്കാരിന് എന്ത് പിഴച്ചു? ലിഫ്റ്റ് എന്തുകൊണ്ടാണ് കുടുങ്ങിയത് എന്നുള്ളത് അന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതിന്റെ മെയിൻ്റനൻസിന്റെ പൈസ കൃത്യമായി കൊടുക്കാത്തത് കാരണം കൊണ്ടാണ് ലിഫ്റ്റ് മെയിൻ്റനൻസിന് അവിടേക്ക് ആൾ വരാഞ്ഞത്. ആ ലിഫ്റ്റ് കേടാണെന്നുള്ള ബോർഡ് തൂക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടും അതിന് കൃത്യമായ ക്യാപ്സ്യൂളുകൾ ഇറക്കിയിട്ട് അണികളെ ബോധ്യപ്പെടുത്താൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ആയി എന്നുള്ളത് ഈ നാളെ ഈ ദുരന്തത്തെയും ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ ഇത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിലല്ല, കെട്ടിടം ഇടിഞ്ഞു വീഴുമെന്ന് തന്നെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ശേഷം 2 മണിക്കൂറിലേറെ സമയമെടുത്തു ആ അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങാൻ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മന്ത്രിമാർ വന്ന് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ആരും ഇവിടെ ഇല്ല, ഇത് അടച്ച കെട്ടിടമായിരുന്നുവെന്ന്. അത് തന്നെ ഇതിന് കാരണമായി രക്ഷാപ്രവർത്തനം സാവധാനത്തിലാക്കാൻ. എന്നിട്ട് അതിനുശേഷം മന്ത്രി സമ്മതിക്കുന്നില്ല. മന്ത്രി പറഞ്ഞു ഞാൻ അപ്പോൾ അങ്ങനെയായിരുന്നു ഇൻഫോംഡ് ആയിരുന്നത് എന്നാണ്. നമ്മുടെ മന്ത്രി സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ചുറ്റുപാടുകളെയും നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളുടെ തൽസ്ഥിതിയെയും കുറിച്ച് എത്രത്തോളം ബോധവതിയാണെന്നുള്ളതാണ് അവരുടെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അത്ര 14 ജില്ലകളിലും കൂടിയിട്ട് ഏകദേശം 11ഓ 10ഓ മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കൃത്യമായൊരു സന്ദർശനം നടത്തിയിട്ട് അവിടുത്തെ കുറവുകൾ എന്താണ് അവിടെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. 2-3 ദിവസം നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുടെ വിളിച്ചു പറയലായിരുന്നുവെങ്കിൽ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കുള്ള എന്തൊക്കെ കുറവുകളാണ് നികത്താനുള്ളതെന്ന് ഈ മന്ത്രിക്ക് ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഈ കെട്ടിടത്തിനടിയിൽ കിടക്കുന്ന സ്ത്രീയെ തത്സമയം അവിടുന്ന് JCBയോ അല്ലെങ്കിൽ എന്ത് ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ടായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ട് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് പറയാൻ ഈ മന്ത്രിക്കായോ? ഈ മന്ത്രി ഇന്ന് നിലവിലെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നിലവിൽ പുറത്തു വരുന്ന നമ്മുടെ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്കൊന്നൊരു ബാധ്യതയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഈ മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയാണ്. അവിടെ പ്രശംസനീയമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ചാണ്ടി ഉമ്മൻ MLA ആണ്. അദ്ദേഹത്തിനാണ് ഈ സംശയം ഉണ്ടായത് ഈ കെട്ടിടത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുണ്ട് എന്ന്. അത് ആദ്യം അദ്ദേഹം അവിടുത്തെ ഈ ആശുപത്രി അധികൃതരോടൊക്കെ ചോദിച്ചു, അവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുവാൻ വന്ന കുറേ ആളുകളോടൊക്കെ ചോദിച്ചു ഇത് ഈ അവശിഷ്ടങ്ങൾ മാറ്റണ്ടേ എന്നൊക്കെ. അത് കുറച്ചു നേരം അവർ സംസാരിച്ചതിന് ശേഷം അവിടെ ഒന്ന് മുങ്ങുകയാണ് ഉണ്ടായത് ഈ പറയുന്ന ആളുകൾ. ചാണ്ടിയുമ്മൻ അവരോട് സംസാരിച്ച കാര്യം, ചാണ്ടിയുമ്മനാണ് ഇത് തുടങ്ങി വെച്ചത്, ഇവിടെ ഇതിനുള്ളിൽ ആളുകളുണ്ട്, ഈ വാർഡിൽ ആളുകൾ ഉണ്ടായിരുന്നുവെന്ന്. ചാണ്ടിയുമ്മൻ്റെ അപ്പോഴത്തെ പ്രതികരണം കേൾക്കാം. അപ്പോൾ ഏകദേശം 11:30 മണിയോട് അടുത്തിട്ടുണ്ടാവും. അത് കൂടുതൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഫയർഫോഴ്സ് എക്യുപ്മെന്റ്സ് വിളിച്ചിട്ടുണ്ട്, അത് ചെയ്തോളൂ. എത്ര സമയം കൊണ്ട്? 10 മിനിറ്റ്സ് വരും. ഇത് ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിലെത്തി. എന്നിട്ട് നിങ്ങൾ 10 മിനിറ്റ് പറയാ വരാനുള്ള സൗകര്യക്കുറവുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഇതൊരു ക്ലിയർ ചെയ്യേണ്ട സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നു. നമുക്ക് എന്തായാലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാരണം ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊരു സംശയം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്.
MLA-മാർ അവിടെ കേഴുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ പലതവണ അതുകൊണ്ട് ചോദിച്ചിട്ടും 10 മിനിറ്റിനകം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ പറഞ്ഞയാൾ മുങ്ങുകയാണ് അവിടെ നിന്നുണ്ടായത്. പിന്നെ അതും കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു ശ്രീ പണിക്കർ. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇന്ന് കണ്ടുകൊണ്ടിരുന്ന